ഹരി ഓം ശ്രീമന്നാരായണീയം. ദശകം 23, ശ്ലോകം 10. നിസ്സംഭ്രമസ്ത്വയമയാചിതശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരഭിഭ്രമമപാസ്യ ഗതപദം തേ. പാർവതീദേവി ശപിച്ചതിൽ ചിത്രകേതുവിന് ഒട്ടും പരിഭ്രമമുണ്ടായില്ല. ശാപം സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ശാപമോക്ഷം പോലും ചോദിക്കാതെ അവിടെ നിന്നും പോന്നു. ത്വഷ്ടാവിന്റെ പുത്രനായ വിശ്വരൂപൻ കുറച്ചുകാലം ദേവേന്ദ്രന്റെ പുരോഹിതനായി ഭവിച്ച കാര്യം ഈ ദശകത്തിൽ തന്നെ 3-ാം ശ്ലോകത്തിൽ പറയുകയുണ്ടായല്ലോ. ആ വിശ്വരൂപന്റെ അമ്മ അസുരവർഗത്തിൽ പെട്ടവളായിരുന്നു. അമ്മ വഴിക്ക് അസുരന്മാരോട് സ്നേഹം തോന്നിയ വിശ്വരൂപൻ ഗൂഢമായി ദേവന്മാർക്ക് മാത്രം വിധിച്ചിരുന്ന യജ്ഞഭാഗം അസുരന്മാർക്കും കൊടുത്തു. അതറിഞ്ഞ് കോപിച്ച ദേവേന്ദ്രൻ വിശ്വരൂപനെ വധിച്ചു. അപ്പോൾ വിശ്വരൂപന്റെ അച്ഛനായ ത്വഷ്ടാവ് കോപിച്ച് ഇന്ദ്രശത്രുവായ ഒരു പുത്രൻ ജനിക്കുവാൻ വേണ്ടി ഒരു ഹോമം നടത്തി. ആ ഹോമാഗ്നിയിൽ നിന്നാണ് വൃത്രാസുരൻ ജനിച്ചത്. ഹോമമന്ത്രത്തിൽ ആചാര്യൻ ചൊല്ലിക്കൊടുത്ത മന്ത്രത്തിന്റെ സ്വരം ത്വഷ്ടാവിന് മാറിപ്പോയതിനാൽ ഇന്ദ്രന്റെ ശത്രുവായ പുത്രനെയല്ല, മറിച്ച് ദേവേന്ദ്രന് ശത്രുവായ പുത്രനാണ് ജനിച്ചത്. പൂർവജന്മത്തിൽ പാർവതീദേവിയുടെ ശാപം കിട്ടിയ ചിത്രകേതുവാണ് ഇവിടെ വൃത്രാസുരനായി ജനിച്ചത്. വൃത്രാസുരനും ദേവേന്ദ്രനും തമ്മിൽ പിന്നീട് ഭയങ്കര യുദ്ധമുണ്ടായി. യുദ്ധത്തിനിടയിൽ ശത്രുവായ ദേവേന്ദ്രന് പോലും ആത്മതത്വോപദേശം ചെയ്തിട്ട് വൃത്രാസുരൻ വൈകുണ്ഠത്തെ പ്രാപിക്കുകയും ചെയ്തു. പൂർവജന്മത്തിൽ ചിത്രകേതുവായിരുന്ന വൃത്രാസുരൻ വലിയ വിഷ്ണു ഭക്തനായിരുന്നുവല്ലോ. അന്നത്തെ ആ വിഷ്ണു ഭക്തിയാണ് ഇപ്പോൾ യുദ്ധമധ്യത്തിൽ ശത്രുവായ ദേവേന്ദ്രന് പോലും ആത്മതത്വോപദേശം ചെയ്യുവാൻ ഇടവരുത്തിയത്. ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യം അത്യാശ്ചര്യം തന്നെ. അതുകൊണ്ടാണല്ലോ ശാപമേറ്റിട്ടും പരിഭ്രമിക്കാത്തതും യുദ്ധമധ്യത്തിൽ ശത്രുവിന് പോലും ആത്മതത്വോപദേശം ചെയ്തതും.